നമ്മൾ മിണ്ടാതിരുന്ന അത് നന്ദിയേടാ. നമ്മളെല്ലാവരും അവനോട് ചെയ്യുന്ന നന്ദിയേട്. ഗോഡൌണെങ്കിൽ ഗോഡൌണെന്ന് അവൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ? വേറൊരു ഗാർമെന്റ്സിലും ജോലി കിട്ടില്ലെന്ന് കരുതിയിട്ടൊന്നുമല്ല. അവൻ ഇവിടുന്ന് പോവാൻ കഴിയില്ല. നമ്മളെയൊക്കെ വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോവാൻ അവന് കഴിയില്ല. നമ്മളെ എല്ലാവരെയും അവൻ അത്രയ്ക്ക് ഇഷ്ടമാ. ഈ കമ്പനി അവൻ അത്രയ്ക്ക് ഇഷ്ടമാ. പ്രിയൻചേട്ടനോട് കരുനകം ചെയ്ത് തെറ്റ് തന്നെയാ. ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയും സിൻസിയറായി ജോലി ചെയ്യുന്ന പ്രിയൻചേട്ടനെ നിസ്സാര കാര്യത്തിന് വേണ്ടി ഗോഡൌണിലേക്ക് മാറ്റിയത് തെറ്റ് തന്നെയാ. പുതിയ സൂപ്പർവൈസർ പ്രിയൻചേട്ടന്റെ 7 അയലത്തെത്തില്ല, നോക്കിക്കോ. പക്ഷെ മോഹൻ ചേട്ടാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയൻചേട്ടന് ഈ ജോലി വേണ്ട, പഴയ ജോലി തന്നെ മതി എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? ആർക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് പ്രൊഡക്ഷൻ ചീഫ് എന്നല്ലേ തീരുമാനിക്കുക? ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് മിണ്ടായിരിക്കാം. അതാണ് ചെയ്യേണ്ടത്. കാരണം നീ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ചീഫിന്റെ അധികാരത്തിൽ കൈകടത്താനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. പക്ഷെ സൗസോ, ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരാളെ പോലെ ഗോഡൌണിലേക്ക് കയറിപ്പോയത് പ്രിയനാ. ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി വേർപ്പൊഴുക്കിയ പ്രിയൻ, ഇത്രയും കാലം നമുക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പ്രിയൻ, അവന് വേണ്ടി പ്രൊഡക്ഷൻ ചീഫിന്റെ അധികാരത്തെ പോലും നമ്മൾ ചോദ്യം ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുകൂടി മോഹൻ പറയേ. ഞാൻ എന്തിനും തയ്യാറാ. പ്രിയന് വേണ്ടി ഇവിടെ സമരം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാ.